ഹലോ ഗായ്സ്, BA പൊളിറ്റിക്കൽ സയൻസുകാരുടെ 6th സെമിസ്റ്റർ എലക്റ്റീവ് കോഴ്സായ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ആദ്യത്തെ ക്ലാസ്സാണിത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി സബ്ജക്റ്റിൻ്റെയും കൂടെ ക്ലാസ്സുകൾ ഞാൻ ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോർഷനിലോട്ട് പോകാം. വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ? പഠിക്കുന്നതിനുള്ള എളുപ്പത്തിനായിട്ട് ഈ മൊഡ്യൂളിലുള്ള എല്ലാ വേണ്ടപ്പെട്ട കാര്യങ്ങളും ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് എളുപ്പത്തിൽ പറയാം. 2ാം ലോക മഹായുദ്ധം നടന്നതിന് ശേഷം ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ചില രാജ്യങ്ങൾക്ക്, പുതുതായി സ്വാതന്ത്ര്യം ലഭിച്ച ചില രാജ്യങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും പുരോഗമനം ലഭിക്കുക, അതായത് പുരോഗതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉണ്ടായിട്ടുള്ള ഒരു ആശയമാണ് എന്ത്? ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. അതായത് 2ാം ലോക മഹായുദ്ധം നടന്നതിന് ശേഷം ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ചില രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയും ആ രാജ്യങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ നടത്തിക്കൊണ്ടുള്ള ഒരു ആശയമാണ്, അല്ലെങ്കിൽ ഒരു ഭരണരീതിയാണ് എന്ത്? ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇത് വെറും ഒരു ഭരണം മാത്രമല്ല, ഒരു ഭരണ നിർവഹണം മാത്രമല്ല, മറിച്ച് വേറെന്തും കൂടെയാണ്? ഒരു മാറ്റം, അല്ലെങ്കിൽ ഒരു മുൻഗണന. ഈ രാജ്യങ്ങൾക്ക് ചില മാറ്റങ്ങളും ചില മുൻഗണനകളും നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചിട്ടുള്ള ഒരു ഭരണരീതി കൂടിയാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇത് 1950കളിലാണ് തുടങ്ങിയത്. എഡ്വേർഡ് വീറ്റ്നർ എന്ന ഒരു വ്യക്തിയാണ് ഈ പദം ജനകീയമായി രൂപം കൊള്ളിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യം ഇല്ലാണ്ടാക്കുക, സാമ്പത്തികപരമായി വളർച്ചയുണ്ടാവുക, സാമൂഹിക നീതി ഉറപ്പാക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. അടുത്തതായിട്ട് ഡിഫൈൻ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഡിഫൈൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഏതെങ്കിലും വ്യക്തികൾ പറഞ്ഞതായിട്ടുള്ള ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള വാക്യങ്ങളാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ എഡ്വേർഡ് വീറ്റ്നറിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങളെ നയിക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് എഡ്വേർഡ് വീറ്റ്നർ പറയുന്നത്. ഡൊണാൾഡ് സ്റ്റോണിൻ്റെ അഭിപ്രായത്തിൽ ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി സർക്കാർ സംവിധാനങ്ങളെയും മനുഷ്യവിഭവശേഷിയെയും ആസൂത്രണം ചെയ്യുന്ന രീതിയാണ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ഈ 2 വ്യക്തികളുടെയും ഓരോ അഭിപ്രായങ്ങൾ. ഇതിലേതെങ്കിലും ഒന്ന് ആൻസറായിട്ട് എഴുതിയാൽ മതിയാകും. 3ാമതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. 1ാമതായിട്ട് മാറ്റാധിഷ്ഠിതം, ചേഞ്ച് ഓറിയൻറ്റഡ്. നിലവിലുള്ള അവസ്ഥയിൽ മാറ്റം വരുത്താനും പുരോഗതി കൈവരിക്കാനും ഇത് ശ്രമിക്കുന്നു. നിലവിലുള്ള അവസ്ഥയിൽ മാറ്റം വരുത്തിയിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പുരോഗതി കൈവരിക്കുക. 2ാമത് ലക്ഷ്യാധിഷ്ഠിതം, ഗോൾ ഓറിയൻറ്റഡ്. കൃത്യമായ സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് പ്രവർത്തിക്കുന്നു. കൃത്യമായിട്ട് സാമൂഹിക സാമ്പത്തിക ലക്ഷ്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുക, ഒരു ഗോൾ ആദ്യം സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ജനപങ്കാളിത്തം, ക്ലയൻറ്റ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ. പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും പങ്കാളിത്തത്തിനും വലിയ പ്രാധാന്യം നൽകുക. ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം തീരുമാനിച്ചു. അപ്പോൾ എന്താക്കണം? ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ജനങ്ങളുടെ പങ്കാളിത്തത്തിനും പ്രാധാന്യം നൽകണം. 4ാമതായിട്ട് ഭാവി മുൻകൂട്ടി കാണുന്നു, ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. നിലവിലെ പ്രശ്നം പരിഹരിക്കുന്നതിനൊപ്പം ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുന്നു. നിലവിലുള്ള പ്രശ്നങ്ങൾ എന്താണോ അത് പരിഹരിക്കുകയും ഇനി ഭാവിയിൽ ഇതുപോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്താണ് അതിനുള്ളൊരു സൊല്യൂഷൻ എന്നുകൂടി കണ്ടെത്തി അതിൻ്റെ ആവശ്യങ്ങൾ കൂടി മനസ്സിലാക്കി അതിനുള്ള ഒരു പരിഹാരം കൂടെ കണ്ടെത്തി വെക്കുക എന്നതാണ്. 5ാമതായിട്ട് നൂതനത്വം, ഇന്നോവേഷൻ. പഴയ രീതികൾക്ക് പകരം പുതിയ സാങ്കേതിക വിദ്യകളും ഭരണരീതികളും സ്വീകരിക്കുന്നു. പഴയ രീതികളൊക്കെ മാറ്റി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പുതിയ സാങ്കേതിക വിദ്യകളും ഭരണരീതികളും സ്വീകരിക്കുക. ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ മെയിൻ
ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ചേഞ്ച്, അതായത് ഇന്നോവേഷൻ, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, പുതുതായിട്ടുള്ള കാര്യങ്ങളിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാലാമതായിട്ട് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷനും ട്രഡീഷണൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഇത് കോളം തിരിച്ചിട്ട് ഞാൻ എഴുതി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ഒരു ബുക്കിലോട്ട് പകർത്തുകയോ ചെയ്യുക. ലക്ഷ്യങ്ങൾ, സ്വഭാവം, സമയപരിധി, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവയുടെ എല്ലാം രണ്ടിലും പെടുന്ന വ്യത്യാസങ്ങളാണ്. അത് എല്ലാവരും വായിച്ച് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അഞ്ചാമതായിട്ട് സ്കോപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. വികസന ഭരണം പ്രധാനമായും വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യം, വിശപ്പ്, കഷ്ടപ്പാടുകൾ എന്നിവ പരിഹരിക്കാൻ ലക്ഷ്യമിടുന്നു. വികസ്വരപരമായിട്ടുള്ള രാജ്യങ്ങളിലെ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും വികസന ഭരണം, അതായത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ പ്രധാനമായിട്ടും വികസ്വര രാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വ്യത്യസ്ത രാജ്യങ്ങളിലെയും കാലഘട്ടങ്ങളിലെയും വികസന പ്രക്രിയകളെ താരതമ്യം ചെയ്ത് പഠിക്കുന്നതിലൂടെ മികച്ച ഭരണരീതികൾ കണ്ടെത്താൻ ഇത് ശ്രമിക്കുന്നു. 3. 1960-70 കാലഘട്ടത്തിൽ കമ്പാരിറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പിൻ്റെ, അതായത് CAG നേതൃത്വത്തിലാണ് ഈ പഠനങ്ങൾ കൂടുതൽ ശക്തിപ്പെട്ടത്. ആറാമത്തേത് ഡൈമെൻഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ മാനങ്ങളാണ്. ഒന്നാമതായിട്ട് പറയുന്നത് സാമ്പത്തിക വശം, എക്കണോമിക്, സമ്പത്തിൻ്റെ വർധനവും അത് എല്ലാവർക്കും തുല്യമായി ലഭിക്കുന്ന സാഹചര്യവും ഉറപ്പാക്കുക. 2. സാമൂഹിക വശം, സോഷ്യൽ, ആരോഗ്യം, വിദ്യാഭ്യാസം, താമസം, തൊഴിൽ എന്നിവ മെച്ചപ്പെടുത്തി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. 3. രാഷ്ട്രീയ വശം, പൊളിറ്റിക്കൽ, മനുഷ്യാവകാശം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ സംരക്ഷിക്കുക. 4. സാംസ്കാരിക വശം, കൾച്ചറൽ, ഓരോ ജനവിഭാഗത്തിൻ്റെയും സാംസ്കാരിക സ്വത്വവും ആത്മാഭിമാനവും അംഗീകരിക്കുക. അടുത്തത് ജീവിത വീക്ഷണം, ഫുൾ ലൈഫ് പാരഡിഗ്ം, ജീവിതത്തിൻ്റെ അർത്ഥം, വിശ്വാസങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ. അടുത്തത് പരിസ്ഥിതി സൗഹൃദ വികസനം, ഇക്കോളജിക്കൽ, ഭാവി തലമുറയുടെ ആവശ്യങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിലുള്ള സുസ്ഥിരമായ വികസനം. ഉദ്യോഗസ്ഥവൃന്ദത്തിൻ്റെ പങ്ക്. വികസ്വര രാജ്യങ്ങളിൽ സാമൂഹിക മാറ്റത്തിൻ്റെ പ്രധാന ഏജന്റാണ് ഉദ്യോഗസ്ഥവൃന്ദം. വിഭവങ്ങൾ സമാഹരിക്കാനും നികുതി പിരിക്കാനും വികസന പദ്ധതികൾ നടപ്പിലാക്കാനുമുള്ള പ്രധാന ഉപാധിയായി ഇത് പ്രവർത്തിക്കുന്നു. എങ്കിലും ഉദ്യോഗസ്ഥരുടെ മനോഭാവവും പെരുമാറ്റ രീതികളും വികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി മാറേണ്ടതുണ്ട്. അടുത്തത് JN ഖോസ്ലയുടെ ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തനങ്ങളാണ്. എട്ടാമതായിട്ട് അതിൽ ഒന്നാമത്തേത് വികസന ലക്ഷ്യങ്ങളുടെയും നയങ്ങളുടെയും രൂപീകരണമാണ്. 2. പ്രോഗ്രാം രൂപീകരണവും പ്രൊജക്റ്റ് മാനേജ്മെൻറ്റും. 3. ഭരണഘടനാപരമായ പുനഃസംഘടന. 4. ഫലങ്ങളുടെ വിലയിരുത്തൽ. വികസന പ്രവർത്തനങ്ങളിൽ ജനപങ്കാളിത്തമാണ് അഞ്ചാമത്തേത്. 6. സാമൂഹികവും രാഷ്ട്രീയവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഒന്നാമത്തേത് ഫോർമുലേഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് പോളിസീസ്. 2. പ്രോഗ്രാം ഫോർമുലേഷൻ ആൻഡ് പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്. 3. റെക്കോഗ്നൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. 4. ഇവാലുവേഷൻ ഓഫ് റിസൾട്ട്സ്. 5. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ടു ഡെവലപ്മെൻറ്റ് എഫേർട്സ്. 6. പ്രൊമോഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. FW റിക്സ് അഥവാ റിക്സ് പ്രിസ്മാറ്റിക് മോഡൽ ആൻഡ് സ്കോപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ. വികസന ഭരണം പ്രധാനമായും വികസ്വര രാജ്യങ്ങളിലെയും, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ്, വികസനം കുറഞ്ഞ രാജ്യങ്ങളിലെയും പ്രശ്നങ്ങളെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ദാരിദ്ര്യം, വിശപ്പ്, കഷ്ടപ്പാടുകൾ എന്നിവയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് ഈ സമീപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. താരതമ്യ പഠനം വ്യത്യസ്ത രാജ്യങ്ങളിലെയും കാലഘട്ടങ്ങളിലെയും വികസന പ്രക്രിയകളെ താരതമ്യം ചെയ്തുകൊണ്ടാണ് സാമ്പത്തിക സാമൂഹിക വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ മനസ്സിലാക്കാൻ റിക്സ് ശ്രമിച്ചു. CAG 1960കളിലും 70കളിലും കമ്പാരിറ്റീവ് അഡ്മിനിസ്ട്രേഷൻ ഗ്രൂപ്പ്, അതാണ് കേട്ടോ CAGൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ആശയങ്ങൾ കൂടുതൽ വികസിച്ചത്.
ഫോർഡ് ഫൗണ്ടേഷൻ പോലുള്ള ഏജൻസികൾ ഇതിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. 10ാമതായിട്ട് റിക്സിൻ്റെ പ്രിസ്മാറ്റിക് മോഡലാണ്. അതായത് FW റിക്സ് വികസ്വര രാജ്യങ്ങളിലെ, അതായത് ട്രാൻസിഷണൽ നാഷൻസ് ഭരണ സംവിധാനത്തെ വിശദീകരിക്കാൻ ഒരു പ്രിസത്തിൻ്റെ ഉദാഹരണമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് പ്രിസം മെറ്റഫറാണ്. പ്രിസത്തിലൂടെ കടന്നു പോകുന്ന വെളിച്ചം പല നിറങ്ങളായി മാറുന്നത് പോലെ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ ഭരണ സംവിധാനം പരമ്പരാഗതമായ രീതികളിൽ നിന്ന് ആധുനികമായ രീതികളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് എന്നാണ് പ്രിസം മെറ്റഫർ എന്നതിലൂടെ റിക്സ് ഉദ്ദേശിക്കുന്നത്. പ്രിസ്മാറ്റിക് സൊസൈറ്റി വികസ്വര രാജ്യങ്ങളെ, ട്രാൻസിഷണൽ നേഷൻസിനെ റിക്സ് പ്രിസ്മാറ്റിക് സൊസൈറ്റികൾ എന്നാണ് വിളിക്കുന്നത്. ഇവയുടെ, അതായത് പ്രിസ്മാറ്റിക് സൊസൈറ്റികളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഫോർമാലിസം സിദ്ധാന്തങ്ങളെയും പ്രായോഗിക പ്രവർത്തനങ്ങളെയും തമ്മിലുള്ള വലിയ വ്യത്യാസം. അടുത്തത് ഹിറ്ററോജെനിറ്റി, ഒരേ സമയം പരമ്പരാഗത രീതികളും ആധുനിക രീതികളും നിലനിൽക്കുന്ന അവസ്ഥയാണ്. അടുത്തത് ഫങ്ഷണൽ ഓവർലാപ്പ്, പല സ്ഥാപനങ്ങളും ഒരേതരം ജോലികൾ തന്നെ ആവർത്തിച്ച് ചെയ്യുന്നതാണ്. അടുത്തത് ബസാർ ക്യാൻറ്റീൻ മോഡൽ, ഈ രാജ്യങ്ങളിലെ സാമ്പത്തിക രംഗത്തെ വിശദീകരിക്കാൻ റിക്സ് ഉപയോഗിച്ച പദമാണ് ബസാർ ക്യാൻറ്റീൻ മോഡൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ ഇതിലൂടെ തീർന്നിരിക്കുകയാണ്. എല്ലാവരും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഇനിയും ബാക്കിയുള്ള മൊഡ്യൂളും ബാക്കി 5 ചാപ്റ്ററും ഈ ചാനലിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം 6th സെമിസ്റ്ററിൻ്റെ ക്ലാസ്സുകളെല്ലാം യൂട്യൂബിൽ ലിമിറ്റാണ്, തീരെ കുറവാണ്. പിന്നെ പെയ്ഡ് ക്ലാസ് വാങ്ങുന്നവരുണ്ടാകും. എന്നാലും ഇത് കുറച്ചുള്ള കുട്ടികൾക്ക് ഉപകാരമായിക്കോട്ടെ എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.